നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. എഫേസ്യോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം തിരുവചനം. കർത്താവിൻ്റെ കാരുണ്യം ധ്യാനിച്ചവൾ. ദൈവം കരുണാമയനാണെന്ന് തിരിച്ചറിഞ്ഞാൽ കാര്യങ്ങളെല്ലാം പിന്നെ സിമ്പിളായി. എല്ലാം കോംപ്ലിക്കേറ്റഡ് ആവുന്നത് കർത്താവിൻ്റെ കരുണയെ ധ്യാനിക്കാത്തത് കൊണ്ടാണ്. മറിയം ദൈവത്തിൻ്റെ കരുണയെ വാഴ്ത്തിപ്പാടിയ സ്ത്രീയാണ്. അവളുടെ സ്തോത്രഗീതത്തിൽ നിറയെ നിഴലിക്കുന്നത് കരുണാമയനായ കർത്താവിൻ്റെ വിലയേറിയ പ്രവൃത്തികളാണ്. ദൈവം എത്രയോ കരുണാമയനാണെന്ന് നമുക്ക് പിടുത്തം കിട്ടുന്നത് ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ നിന്നാണ്. സഹോദരനെ കൊന്ന കായേലിനോട് പോലും ദൈവം കരുണ കാണിക്കുന്ന വാങ്മയ ചിത്രങ്ങളുണ്ട് ആ അധ്യായത്തിൽ. ഒരിക്കലും ആർക്കും പൊറുക്കാൻ പറ്റാത്ത അപരാധമാണ് കായേൻ ചെയ്തത്. എന്നിട്ടും അവൻ കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞു. കരുണയ്ക്കായി കരം നീട്ടിയപ്പോൾ ദൈവം കരം നീട്ടി അനുഗ്രഹിച്ച വചനഭാഗം ആരെയും അത്ഭുതപ്പെടുത്തും. ഉൽപ്പത്തി 4:15 കർത്താവ് കായേനോട് കരുണ കാണിക്കുന്നതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവപുത്രൻ നമ്മുടെ പാപമോചനത്തിനായി മനുഷ്യപുത്രനായി അവതരിച്ചത് അമ്മയിലൂടെയും അമ്മ വഴിയുമാണ്. ഇത് വിശുദ്ധ മരിയ മൗണ്ട്ഫോർട്ടിൻ്റെ വാക്കുകളാണ്. വചനവായന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.